നിന്ന് പോകുന്ന അവിശ്വസനീയമായ പലതും അവിടെ കാണാം. പ്രത്യക്ഷ ദേവതമായ രാജാവിന് വേണ്ടി രാജാധികാരത്തെ നിലനിർത്തുന്ന നെടും തൂണുകളായ നാടുവാഴികൾക്ക് വേണ്ടിയും ആ നാടുവാഴികളെ തീറ്റിപ്പോറ്റുന്ന ജന്മികൾക്ക് വേണ്ടി ജന്മം തുലച്ച അധ്വാനിക്കുന്ന ജനത കേവലം ഇരുകാലി മാടുകളായി കഴിഞ്ഞ കാലം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് വിശ്വദർശനം എന്ന തന്റെ കാവ്യ സമാഹാരത്തിലൂടെ ഇരുളടഞ്ഞ ആ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്നു. ആ കവിതയാണ് കഥാപ്രസംഗ രൂപേണ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ചന്ദനക്കട്ടിൽ. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, കട്ടിൽ കടയുവാനാകിരകൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വെമ്പലനാട് ഇന്നത്തെ കോട്ടയം. പണ്ടുകാലത്ത് കട്ടിലിൽ കിടക്കാനുള്ള സൗഭാഗ്യം തമ്പുരാട്ടിമാർക്കും തമ്പുരാന്മാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം. പൊതുജനം നിലത്ത് പായിട്ട് കിടന്നു കൊള്ളണം. കട്ടിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ ഒന്ന് വേണം, സുന്ദരമായ ഒന്ന്. മോഹം പറഞ്ഞു തമ്പുരാട്ടി. ആനക്കൊമ്പാവണം നീലാപ്പീന്ന്, ആനമുഖം വേണം കാലുകളിൽ. തമ്പുരാട്ടിയുടെ മോഹം മറിഞ്ഞ ഉടനെ തന്നെ തമ്പുരാൻ കൽപ്പനയായി. ആരെവിടെ? മേനോക്കേച്ചനോട് വരാൻ പറയൂ. മേനോക്കേച്ചൻ എന്നാൽ കാര്യസ്ഥനാണ്. തമ്പുരാന്റെ കൽപ്പന കേട്ട ഉടനെ തന്നെ മേനോക്കേച്ചനും മേനോന്മാരും തച്ചന്മാരും നായന്മാരും ഒക്കെയായി ഒരു വൻ പട തന്നെ. വാക്കത്തിയും കോടാലിയും എടുത്ത് അവർ തമ്പുരാനെ ഒച്ചാനിച്ച് തൊഴുതിറങ്ങി. കുറ്റിക്കാടുകളും വയലുകളും തെങ്ങും കൊങ്ങും നിറഞ്ഞു നിൽക്കുന്ന പറമ്പുകളും താണ്ടി ചന്ദനമരം തേടി അലയുകയാണവർ. നടന്ന് നടന്ന് നേരം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്കവയ്യാതായപ്പോൾ കയ്യിൽ കരുതി പൊതിച്ചോറുന്നതിനായി ഒരരുവിയുടെ തീരത്ത് മരത്തണലിൽ അവരിരുന്നു. ഭക്ഷണം കഴിക്കുന്നിടയിൽ ഒരാൾ ചോദിച്ചു, അതാ അങ്ങോട്ട് നോക്കൂ, എന്താണത്? അരുവി തൻ വാക്കിൽ കുറച്ച കാലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ, പലമരം കണ്ടു തളർക്കമർന്ന തലവനാശാരി ചുണ്ടി നേരെ. ഹില ചന്ദനം തന്നെ. ഇത് കേട്ട പാതി എല്ലാവരും അരുവിയിൽ കൈ കഴുകി ആ മരത്തിനടുത്തേക്ക് കുതിച്ചുയർന്നു. ഒരാൾ ഒരു ചെറു ചില്ല കൊത്തിയെടുത്ത് മണത്തു നോക്കി. നല്ല മണം, നറു ചന്ദനത്തിന്റെ തണുത്ത ഗന്ധം. അവർ മുണ്ടുകരയിൽ മുറുക്കി കുത്തി തോളിൽ കിടന്ന തോർത്തുമുണ്ടെടുത്ത് കുടഞ്ഞ് തലയിൽ കെട്ടി ആ മരത്തിന് ചുറ്റും നിന്ന് കോടാലുകൾ ഉയർത്തി ആഞ്ഞു വെട്ടാൻ തുടങ്ങിയപ്പോഴാണ് അതാ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കുത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കുത്തല്ലേ തച്ചന്മാരെ. പിന്നെ കോടാലികൾ പൊങ്ങിയില്ല. അവർ നിന്നിടത്ത് നിന്ന് പരസ്പരം നോക്കി. ആരുടെയാണ് ശബ്ദം? ജലദേവതയാണോ? ഇനി വലിയ യക്ഷിയോ മറ്റാണോ? നമുക്ക് തിരിച്ചു പോകാം, പേടിയോടെ അവർ പറഞ്ഞു. പക്ഷേ ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു ചെല്ലും? തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുന്നിൽ നിൽക്കുന്നു മിഴിച്ചു നോക്കി. തിരുമുള്ളു പോരാ, ചടച്ചി പോരാ, തിരുമേനി കൽപ്പിച്ചിരിക്കയല്ലേ. വരുന്നത് വരട്ടെ, ഞാൻ കയറാം, കൂട്ടത്തിലൊരുത്തൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. പേടിച്ച് വിറച്ച് ഇതപ്പോടെ അവൻ ആ മരത്തിനുള്ളിലെത്തി. കുത്തിലേക്ക് നോക്കിയപ്പോൾ അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കട്യാവു കൊണ്ടു പുതച്ചവിടെ കുട്ടിയിരിക്കുന്നു കൺകുളിരെ, ഇരുളിനകത്ത് കൊളുത്തി വച്ചോരരുമ കനക വിളക്കു പോലെ. ആകാശത്തിലെ നക്ഷത്രം പോലെ, ഇരുളിൽ കൊളുത്തി വെച്ച വിളക്കു പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി. ഈ കുട്ടി എങ്ങനെ മരപ്പൊത്തിൽ വന്നു? ആരോമൽ കുഞ്ഞിരെ തക്കം നോക്കി അനാറഞ്ചി പക്ഷി കൊണ്ടുപോന്നു. ആ മരപ്പൊത്തിൽ ഇരുത്തി പോലും ഓമനിച്ചങ്ങനെ പോറ്റി പോലും. റാഞ്ചി കൊണ്ടുവന്ന കുഞ്ഞിനോട് പക്ഷിക്ക് മാതുന്നത് വിശേഷമായ സ്നേഹം തോന്നി. അത് കുഞ്ഞിനെ ഓമനിച്ച് ലാളിച്ചു വളർത്തി. രാവിലെ കൂടുവിട്ടിറങ്ങിയാൽ ഇരുട്ടുന്നതിന് മുമ്പ് തന്റെ കുഞ്ഞിനുള്ള ഭക്ഷണവും ശേഖരിച്ച് ആ പക്ഷിക്കൂട്ടിൽ വന്നു ചെല്ലും. ആ കുഞ്ഞിനും സ്വന്തം അമ്മയെ പോലെ ആയി ആ പക്ഷികൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും കുഞ്ഞിനെ പൊത്തിൽ നിന്ന് പോരുവാൻ ആഗ്രഹമില്ലാതെയല്ല. പൊത്തിന്നു പോരുവാനുണ്ടു മോഹം, പോരുവാൻ
താങ്ങാൻ വയ്യാത്തതാണു പോലും നിറവുറ്റ വാത്സല്യ പോലും അമ്മ ചിറകിട്ടടിച്ചു മരിക്കും പോലും. അന്തിച്ചോപ്പിൽ പൊതിഞ്ഞെടുത്ത അമ്പിളി കുഞ്ഞിനെ പോലെ കെട്ടിയാവ് കൊണ്ട് മൂടി പുതച്ച് കുഞ്ഞിനെ താഴേക്ക് കൊണ്ടുവന്നു. കുഞ്ഞിനെ എല്ലാവരും നിലം തൊടിയിക്കാതെ വാരിപ്പുണർന്നു. തമ്പുരാന്റെ കൽപ്പന ഓർത്ത മേനോക്കൻസർ പറഞ്ഞു, ഇനി മരം മുറിക്കാം. ഇലകളും ചില്ലകളും കൊത്തിമാറ്റി എല്ലാവരും ചേർന്ന് തടി തോളിലേറ്റി ആഹ്ലാദത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ആഹ്ലാദത്തിനിടയിലും എല്ലാവരുടെയും നെഞ്ചിൽ തലരാന്തലോടെ ഒരു ചോദ്യമായിരുന്നു, ഈ പിഞ്ച് കുഞ്ഞിനെ എന്തു ചെയ്യും? പകൽ വിട വാങ്ങി രാത്രിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. തന്റെ കുഞ്ഞിനുള്ള ഭക്ഷണം ശേഖരിച്ചെത്തിയ ആ പക്ഷി കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ചിറകേഴുമമ്മ പറന്നു വന്നു, ചിരകാലം ചന്ദനം നിന്ന ദിക്കിൽ. മരമില്ല, കൂടില്ല, കുഞ്ഞുമില്ല, മരവിപ്പു കേറി അതിനുടലിൽ. ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇവിടെ നിന്നിരുന്ന മരം എവിടെ? എന്റെ കൂടെവിടെ? എന്റെ കുഞ്ഞെവിടെ? ചിറകിട്ടടിച്ച് നിലവിളിച്ച് തളർന്ന ആ അമ്മ ഇരുളിൽ ഒരു മരക്കൊമ്പിൽ ഉറങ്ങാതെ കഴിച്ചു കൂട്ടി. നിലാവ് പരന്നു തുടങ്ങി. വളരെ ക്ഷീണിതയായി ഉറങ്ങാതിരുന്ന ആ പക്ഷി താഴെ ചൂരപ്പാട് പോലെ എന്തോ കണ്ടു. എന്താണത്? നന പോലും അമ്മയ്ക്ക് കണ്ടറിവാൻ അടയാളമായിട്ട കൊച്ചു പൈതൽ കട്യാവു തന്നെ താൻ വിച്ചിന്തി കാടു കഴിവോളമിട്ടിരുന്നു. വഴിയിലിടക്കട്ടെ അടയാളമായി കീറിയിട്ടിരിക്കുന്ന ആ കട്യാവ് നോക്കി പക്ഷി കുറെ ദൂരം പറന്നു ചെന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ അടയാളം കാണാതായി. പക്ഷേ കുഞ്ഞിനോടുള്ള ആഘാതമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം കുഞ്ഞിനെ കൊണ്ടുപോയ മാർഗം മണത്തറിഞ്ഞ് പറന്നടുക്കുകയാണ് പക്ഷി. അമ്മ തൻ സ്നേഹം മണത്തറിഞ്ഞു പൊന്മകളെ കൊണ്ടുപോയ മാർഗം അരമന തന്റെ അടഞ്ഞ വാതിൽ അരികത്തണഞ്ഞതു ചത്തു വീണു. കൊട്ടാരത്തിന്റെ അടഞ്ഞ വാതിൽ തട്ടി ആ പക്ഷി ചത്തു വീണു. പാതി വിടർന്ന കുക്കുമായി കിടക്കുന്ന അതിനെ കണ്ട് കൊട്ടാരം കാവൽക്കാർക്ക് പുറത്തുണ്ടിരുന്നു. ചന്ദന ചില്ലുകൾ കൊണ്ട് ചിരിയൊരുക്കി വീരാളിപ്പട്ടിൽ പൊതിഞ്ഞ് ആ പക്ഷിയുടെ വീരോധിജമായി സംസ്കരിച്ചു. പൊള്ളുന്ന ആ കാഴ്ച കണ്ട് ഇളം പൈതൽ പൊട്ടിക്കരഞ്ഞു. കാലം കടന്നുപോയി. ഇളം പൈതൽ വളർന്ന് സുന്ദരിയായി കൊട്ടാരത്തിലെ ഇളമുറ തമ്പുരാന്റെ തമ്പുരാട്ടിയായി. തമ്പുരാട്ടിക്ക് വേണ്ടി അതിമനോഹരമായ ചന്ദനക്കട്ടിൽ തന്നെ പണി കഴിപ്പിച്ചു. മട്ടുപ്പാവിൽ തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ആ കട്ടിലേക്ക് പ്രിയതമൻ അവളെ സ്നേഹപൂർവ്വം മാനിക്കുമ്പോൾ ആ കൊച്ചു തമ്പുരാട്ടി എന്തോ ഓർക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൂർന്നിറങ്ങുന്നു. അവൾ കരയുകയാണോ? അവളുടെ കണ്ണുകളിൽ നിന്നു രണ്ടു കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ. അവളുടെ കണ്ണുകളിൽ നിന്നു രണ്ടു കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ. ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ, ചിറകു വിടർത്തുന്ന ഭാഗ്യമോർത്തോ. ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ, ചിറകു വിടർത്തുന്ന ഭാഗ്യമോർത്തോ. മരണത്തിലും സ്വന്തം കുഞ്ഞിന് വേണ്ടി ദാഹിക്കുന്ന അമ്മ പക്ഷികളുള്ള ഈ നാട്ടിൽ തന്നെയാണ് സുഹൃത്തുക്കളെ സ്വന്തം സുഖത്തിനും ജീവിതത്തിനുമായി നൊന്തുപറ്റ കുഞ്ഞുങ്ങളെ കുറ്റിക്കാട്ടിലും തെരുവിലും അമ്മത്തൊട്ടിലും ഉപേക്ഷിക്കുന്നത്. ഇതേ നാട്ടിലാണ് സുഹൃത്തുക്കളെ ബാൽക്കണിയിൽ നിന്നും കടൽ തീരത്തെ പാറക്കെട്ടിൽ നിന്നുമെല്ലാം കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നത്. ലോകത്തിലെ ഏറ്റവും മഹനീയമായത് മാതൃത്വം എന്നത് സംശയമില്ല. എന്നാൽ അതിനുമേൽ കളങ്കമേൽപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ക്രൂരരായ ചില അമ്മമാരുണ്ട്. അവർക്ക് മുന്നിൽ നമുക്ക് ഈ അമ്മ പക്ഷിയെ നന്ദിയോടെ സ്മരിക്കാം. നന്ദി, നമസ്കാരം.